അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വി.ഡി. സതീശൻ സാറ്, അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലോക പരിജ്ഞാനവും കൂടുതലാണ്. അദ്ദേഹം ഒരു സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇപ്പോ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നു പ്രവാചകൻ. മദീനയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നു, അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു. അവിടെ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി, മാതൃകാ ഭരണഘടന. ആ മാതൃകാ ഭരണഘടനയിൽ, പ്രവാചകന്റെ മാതൃകാ ഭരണഘടനയിൽ അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഭരണഘടന ആയിരുന്നില്ല അത്. അവിടെ മദീനയിൽ പ്രവാചകൻ ഉണ്ടാക്കിയ ഭരണഘടനയിൽ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവരുടേതായ വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കാനുമുള്ള അവകാശം പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനയാണ്, മാതൃകാ ഭരണഘടനയാണ് ഈ മദീനയിൽ വെച്ചുണ്ടാക്കിയത്. മോഡലാണ് അതെന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഇസ്ലാമിന്റെ ഭരണഘടന അത് വെറും മുസ്ലിങ്ങൾക്ക് മാത്രമായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒക്കെ ഉള്ളതായിരുന്നു. അതായത് മുസ്ലിങ്ങൾ ആ രൂപത്തിലാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് അത് നമുക്കൊക്കെ അറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, അക്രിം ജാറക വലൗ കാന കാഫിറ. നിന്റെ അയൽവാസി അത് ഒരു അമുസ്ലിമായ മനുഷ്യനാണെങ്കിലും, ആ മുസ്ലിം എന്ന് പറയുമ്പോൾ അത് പ്രത്യേക ഏതെങ്കിലും തരത്തിലുള്ള മതത്തിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല പറഞ്ഞത്. അത് ഏത് മതക്കാരനാവട്ടെ, മതമുള്ളവനാവട്ടെ, ഇല്ലാത്തവനാവട്ടെ, ആരാവട്ടെ, നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം. അതുപോലെ തന്നെ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല. ഇതൊക്കെ സ്വഹീഹായ ഹദീസാണ്. അവിടെ ഏത് മതക്കാരനാണ് അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരനാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ച് ഉണ്ണാൻ പാടില്ല. മാത്രമല്ല ഇനിയും പറയുന്നുണ്ട്, ഇസ്ലാമിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതം കൂടിയാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് മതം കൂടിയാണ്. കാരുണ്യത്തിന്റെ മതമാണ്, സങ്കടങ്ങളെ ചേർത്ത് പിടിക്കുന്ന മതമാണ്, ഏറ്റവും വിഷമം അനുഭവിക്കുന്നവനെ ഏറ്റവും കൂടുതൽ സഹായിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു മതം കൂടിയാണ്. അപ്പൊ ഇസ്ലാമിന്റെ കാരുണ്യത്തെയാണ് വീണ്ടും പറഞ്ഞത്. അതായത് ഇല്ലാത്തവന് ഉള്ളവന് ചേർത്ത് പിടിക്കുക, പാവങ്ങളെ സഹായിക്കുക. അതിനുവേണ്ടിയാണല്ലോ ഇവിടെ സക്കാത്തും സ്വതക്കയും ഒക്കെ വന്നിട്ടുള്ളത്. അതായത് ഒരു മനുഷ്യന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാക്കിയത് എന്തുകൊണ്ടാ? ഒരു വർഷത്തേക്ക് 2.5% മുതലിന്റെ സക്കാത്ത് കൊടുക്കണം എന്ന് നിർബന്ധമാക്കിയത് ആ നാട്ടില് പാവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പണക്കാര്, നമ്മുടെ നാട്ടിലുള്ള സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ളവര് അത് കണക്ക് കൂട്ടി കൊടുക്കുന്നുണ്ടോ? റമദാന് വരുമ്പോ റമദാൻ 27 രാവിലെ 10 രൂപയുടെ നോട്ടുകെട്ടിൽ നിന്നും ഇങ്ങനെ എണ്ണി പെറുക്കി കൊടുത്താൽ അത് സക്കാത്താവൂല. സക്കാത്ത് കൊടുക്കേണ്ടത് റമദാൻ മാസത്തിലല്ല. റമദാൻ മാസത്തിലല്ല എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിലേക്കാണ് ഒരു വർഷമാകുന്നത് എങ്കിൽ റമദാൻ മാസത്തിൽ കണക്ക് കൂട്ടി കൊടുക്കണം. അല്ല വേറെ ഏതെങ്കിലും മാസത്തിലാണ് ഒരു വർഷമാകുന്നതെങ്കിൽ ആ വർഷം കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കണം. ഇത് പേരിനും പ്രശസ്തിക്കും വേണ്ടി കൊടുത്താൽ സക്കാത്താവൂല. ഇതൊക്കെ വളരെ പഠിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോ ഇസ്ലാമിന്റെ കാരുണ്യത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ ഭരണഘടനയെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ ഭരണഘടനയെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ഒരിക്കലും അർഹനല്ല. പക്ഷേ വി.ഡി. സതീശൻ സാർ പ്രസംഗിക്കുന്നത് കേട്ടപ്പോ അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാം എന്ന് കരുതി വന്നതാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ, ഹിദായത്തിലാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.